എന്തോരലമ്പ് അല്ലേ സ്റ്റാച്ചു ഒക്കെ. ഇവിടെയൊക്കെ പോയതല്ലേ വെള്ളപ്പൊക്കത്തിൽ ഫുള്ള്. പേടിക്കണ്ടടാ, മുണ്ടെടുക്കാനാ, മുണ്ട്. അപ്പൊ ഇന്നത്തെ നാട്ടിലത്തെ വന്നിട്ടുള്ളൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഗുരുവായൂർ പോകണം. പിന്നെ വേറെ കുറച്ച് അമ്പലങ്ങളുണ്ട്, അവിടത്തേക്കുള്ളൊരു വിസിറ്റാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് 30 വ്യാഴാഴ്ച. ഇന്ന് 30 വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർക്ക് അടുക്കാൻ പറ്റാത്ത ദിവസമാണ്. അമ്മാതിരി തിരക്കായിരിക്കും, അന്യായ തിരക്കായിരിക്കും. നമുക്ക് നാളെ വേറെയും കുറച്ച് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പോണേൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്പല വിസിറ്റ് മുഴുവൻ ഉണ്ടാവാറ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മറ്റന്നാൾ പോകും. അപ്പോൾ അതിനുള്ളിലായിട്ട് അമ്പലങ്ങൾ വിസിറ്റ് ഫുള്ള് തീർക്കണം. അപ്പോൾ ഇന്ന് ഗുരുവായൂർ, പിന്നെ നാളെ വേറെ കുറച്ച് അമ്പലങ്ങൾ. അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് ഓർമ്മകളും. ഗുരുവായൂർ പോയിട്ട് എത്ര കൊല്ലേ? വെള്ളപ്പൊക്കം വന്നില്ലേ കേരളത്തിൽ? ആ ഒരു സമയത്ത് പോയതാ ഗുരുവായൂർ, പിന്നെ പോയിട്ടില്ല. ഗുരുവായൂരപ്പനെ അത് കാരണം അടഞ്ഞു നിൽക്കുക നമ്മുടെ അടുത്ത്. അപ്പോൾ ഒന്ന് പോയി കാണണം. നാളെ നമ്മൾ ഈ വഴിയല്ലേ പോയ, അങ്ങോട്ട് ഈ വഴി വന്നിട്ട് നമ്മള് മുമ്പ് അത് വഴിയാണ് വരാറ്. അതെ, ഇതാണ് തൃപ്രയാറമ്പലം. ചാവക്കാട് ബീച്ച്. ഇവിടെയൊക്കെ പോയതല്ലേ വെള്ളപ്പൊക്കത്തിൽ ഫുള്ള്. അങ്ങനെ ഗുരുവായൂരെത്തി. ഗുരുവായൂരിലേക്ക് ഒരുപാട് ഡൈവേഴ്ഷൻ ഉണ്ടായിരുന്നു. റോഡ് മുഴുവൻ കുറേ റോഡ് വർക്ക് നടക്കണ കാരണം ചാവക്കാട് വഴിയാണ് വന്നത് അല്ലേ. അപ്പോൾ കുറേ സമയം എടുത്തു നമുക്ക് വരാനായിട്ട്. നമ്മൾ ആറാട്ടുപുഴയിൽ നിന്നാണ് വരുന്നത്, സൗമ്യയുടെ വീട്ടിൽ നിന്ന്. സാധാരണ ഇത്ര സമയം എടുക്കില്ല, പക്ഷെ നമുക്ക് വർക്ക് കിടക്കണ കാരണം ഒരുപാട് വഴി വളഞ്ഞു അല്ലേ. വണ്ടി ഇവിടെ ഇപ്പോൾ ഒരു പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ, മൾട്ടി സ്റ്റോറി പാർക്കിംഗ്. അത് കാരണം സൗകര്യമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുനിന്ന് കയറാം. അല്ലെങ്കിൽ ഈ പാർക്കിങ്ങും ഇതൊക്കെ തിരക്കുണ്ടെങ്കിലേ തപ്പി നടന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആ ബിൽഡിങ്ങുള്ളതുകൊണ്ട് നല്ല സുഖമാണ്, വണ്ടി ഇട്ടിട്ട് പെട്ടെന്ന് കയറാം. ദീയും അമ്മയും മുമ്പിൽ പോകുന്നുണ്ട്, സൗമ്യയുടെ അമ്മ. അച്ചാച്ചൻ സൗമ്യയുടെ അച്ചാച്ചനാണ്. ബാഗ് വെക്കണ്ട സൗമ്യ? അതിൽ വെക്കുകയാണല്ലേ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയൊന്നും കടത്താൻ പറ്റില്ല, ബാഗൊക്കെ ഏൽപ്പിക്കണം. അപ്പോൾ തൊഴുത് വരണം. ധ്യാനൊരു കുട്ടി മുണ്ട് വാങ്ങണം. നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനിന് ഇവിടെ ഗുരുവായൂർ ചോറ് കൊടുക്കാനേ. അപ്പോൾ അതിന് ചെറിയൊരു കുട്ടി മുണ്ട് വാങ്ങാനായിട്ട് കയറിയത് അമ്പലത്തിൽ കയറിനേക്കാൾ മുമ്പേ. കസവുള്ളതാ? എടി അത് ഇരിക്കുവോ ചുറ്റിയിട്ട്? ചുറ്റിയിരിക്കുവൻ അറിയില്ല, നോക്കാം. അതൊക്കെ പറിച്ചു കളയവൻ, ആട് തോമയുടെ പോലെ. ഒട്ടിക്കണതല്ലേ? അങ്ങനെ കൈയോടുകൂടി ഇടിപ്പിച്ചല്ലോ. എന്നാ ആ ട്രൗസറിന്റെ മേലെ കൂടി ചുറ്റിയാൽ മതി. വെറുതെ പേടിക്കണ്ടടാ, മുണ്ടെടുക്കാനാ, മുണ്ട്. പപ്പയുടെ പോലെ മുണ്ടെടുക്കാം. വാ ഇതെടുക്കാം. എടി അത് സമ്മതിക്കുവോ കേട്ടാൻ? പിന്നെന്തിനാ അത് വാങ്ങിച്ചത്? ഉള്ളിലേക്കില്ല. എവിടെ ഇരിക്കുക? ആ മണ്ഡപല്ലേ, അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടെ എടുത്തിട്ട് ഈ സാധനങ്ങൾ ബാഗൊക്കെ എടുത്ത് വെക്കണ്ടേ? നമ്മള് അത് വെച്ചിട്ട് ഉള്ളിൽ പോകും. എങ്ങനെ എത്തി? കൊറേ കാലത്തെ ആഗ്രഹം സാധിക്കല്ലേ. എത്ര കാലത്തിന് ശേഷം ഗുരുവായൂർ വരണേ. ധ്യാന് നിലത്തിറങ്ങാത്ത കാരണം ധ്യാനൊരു പൊട്ടശ്ശേരി ഇവളുടെ അമ്മേനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾപ്പിനൊക്കെ തീറിയിരിക്കും, പിന്നെ ഇറങ്ങില്ല നിലത്ത്. അമ്മയ്ക്ക് നല്ല പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മളപ്പോ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അച്ചാച്ചനെ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വരും, നടക്കത് വിളിച്ചിട്ട്. അത് കഴിഞ്ഞ സാധനങ്ങളൊക്കെ വെച്ച് ഉള്ളിൽ കയറണം. നല്ല തിരക്കുണ്ട് അല്ലേ? നല്ല തിരക്ക്. പക്ഷെ ഇവിടെ തിരക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, അല്ലേ? അവിടെയൊക്കെ
തൊഴുത് കഴിഞ്ഞ് അല്ലേ? നന്നായിട്ട് തൊഴുതു. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നന്നായിട്ട് ഭംഗിയായിട്ട് തൊഴുതു. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു. ചോറൂണ് മാത്രം പ്രശ്നമായി അല്ലേ? അവൻ ശരിക്കും ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഇറങ്ങി വന്ന പോലെ കുറുമ്പ് എന്ന് പറഞ്ഞ ഭയങ്കര കുറുമ്പ്. അങ്ങനത്തെ ഒരു അവസ്ഥ. അതെ, എന്റെ മടിയിൽ ആദ്യം ഇരുത്തി, പക്ഷെ ഒരു രക്ഷയില്ല, അവൻ ചാടിപ്പോയി. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോയിലൊക്കെ മുഖം മറിച്ച് ആകലമ്പ്, എന്തോ പൂരലമ്പ് അല്ലേ? അലമ്പോട് അലമ്പ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നല്ല തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തൊഴാൻ പറ്റി. പക്ഷെ എല്ലാം ഭംഗി. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഗുരുവായൂർ യാത്ര തൃപ്തിയായി. പ്രസാദം കുറെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കവർ മുഴുവൻ. അയ്യോ, പായസം കുടിക്കാൻ ധൃതിയായിട്ട് പാടില്ലേ, ഒരു ഗ്ലാസ് വാങ്ങിക്കാട്ടാ. കോഫി ഹൗസ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഭക്ഷണം കഴിക്കാൻ പോവാ അല്ലേ നമ്മള്? എന്താ ഭക്ഷണം പറഞ്ഞു നീ? ബിരിയാണി വെജ്. അവിടെ വെജ് അല്ലേ കിട്ടും. ബിരിയാണി നൊസ്റ്റാൾജിയ അല്ലേ? രണ്ട് അച്ചള്ളപ്പം വരാറുള്ളതല്ലേ? വെജ് ബിരിയാണി ഒരു വേറെ ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ വെജ് ബിരിയാണി. എല്ലാം ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിന്റെ മറ്റേ ക്രംസ് കട്ടകളല്ല അതിപ്പോ. പക്ഷെ മുങ്ങിയതൊക്കെയാലും ഒരു പീസ് കിട്ടുന്നു. പണ്ടൊക്കെ കുറെ പീസ് കിട്ടും, ഇപ്പൊ ഒരു പീസ് ഉണ്ടാവും. ഇതാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ വെജ് ബിരിയാണി. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇതുണ്ടായിരുന്നു, പിന്നെ ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, പുലാവ് എന്നല്ല പറയാൻ പറ്റില്ല. ബിരിയാണി അല്ലല്ലോ, വെജ് പുലാവ് അല്ല. വെജ് പുലാവ് ഒന്നും പറയണ്ട, വെറും പുലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജാണ് അല്ലേ? നീ ഇപ്പൊ കഴിച്ചിട്ട് എത്ര കൊല്ലായി ഇവിടെ നിന്ന്? അല്ല, ഗുരുവായൂർ വന്നിട്ട് അതൊരുപാട് വർഷമായി. ഒരുപാട് വർഷമായി. നന്നായി ഉണ്ടല്ലോ, ടേസ്റ്റ് ഉണ്ട്. നീ ഇവിടെ നിന്ന് എന്ത് വാങ്ങാനാ? ഇവിടെ ഫുള്ള് കൃഷ്ണന്റെ സ്റ്റാച്ചു ഒക്കെയാണ്. ആ നോക്ക്, ആ മുള്ളിൽ പോയിക്ക. ഇതാണോ ഭംഗി? അത് ഇരിക്കണതാണോ? കുടം പിടിച്ച് ഏതാ വാങ്ങിച്ചതാ? ഇത് ഭംഗിയില്ലേ? ഇതാ ഭംഗിയാണ്. ഇത് ദീയക്ക് എന്തോ ചോദിക്കണ്ടല്ലോ. എന്ത് സെറ്റ്? ഏത് കിച്ചൺ സെറ്റാ? അന്നെടുത്ത് കടേ. അത് കിച്ചൺ സെറ്റ് മോളെ. ആ, ടീ സെറ്റ്. ഇനിയൊന്നുമില്ലല്ലോ. ആ, ചെറുത് മതി, വെക്കാൻ സ്ഥലം വേണ്ടേ? എന്നാ എന്നാ ചെയ്യേ, ഏതാ സ്ഥലം എന്താ വെച്ചാൽ വാങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എല്ലാം കൊടുക്കണേ. ആ, പിന്നെന്താ കുഴപ്പം? ഇനിയിപ്പോ പാർക്കിങ് എത്തണ വരെയുള്ള എല്ലാം കടയും കയറി ഇറങ്ങും. എന്നിട്ടോ വാങ്ങിച്ചേ? എന്തേ നീ കുറിയൊക്കെ തൊട്ട് വന്നിട്ട് ഏതോ സ്വാമിജിയാണ് വിചാരിച്ചിട്ടോ? സ്വാമിജി അല്ലേ? എന്നിട്ടോ സ്വാമിനി. അതെ, ആ കാണുന്ന ബിൽഡിങ്ങിലെ പാർക്കിങ് നടക്കാം. ഇപ്പൊ വാങ്ങിച്ചതാ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടില്ല. കാണിക്കിപ്പോ എത്ര പീസായിരുന്നത്? എവിടെ? ആ, അത് വേറെ, മെഷീൻ വേറെ, എല്ലാം പീസായി. അവനിപ്പോ സ്റ്റീലിന്റെ കുക്കിംഗ് സെറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അത് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, പ്ലാസ്റ്റിക് പൊട്ടിച്ച് കുറേ പീസായി. ഇപ്പോൾ വാങ്ങിച്ചോളൂ. ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്തേക്കണേ. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്താൽ മതി. ദേവസ്വത്തിൻ്റെ മെയിൻ നടയുടെ അവിടെ വന്നിട്ട് ലെഫ്റ്റ് തിരിയുക. അതായത് ഒരു ബാരിക്കേഡ് ഇല്ലേ,
ആ ബാരിക്കേഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം വക പാർക്കിംഗ് ഉണ്ട്. അതെ വന്നു വണ്ടി വന്നു വരും. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ചോറൂണ് ദിയക്ക് ഇവിടെ കൊടുത്ത് ഓർമ്മയുണ്ടാ? ദിയക്ക് ഇനിയിപ്പോ നാളെ പാമ്പുവേക്കാട്ട് പോണം. പാമ്പുവേക്കാട്ടും ഉണ്ട് വഴിപാട്. ചോറ് കൊടുക്കലെന്നില്ല അവിടെയും. ഇനിയിപ്പോ അവിടെ ചോറ് എടുത്ത് എറിയോ അറിയില്ല. അതെ. അപ്പൊ ഇനിയിപ്പോ നാളെയും അവിടേക്ക് പോകണം. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളവിടുത്തെ പ്രസാദമായ ഗുരുവായൂർ അമ്പലത്തിലെ പാൽപ്പായസം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഒരു ഗ്ലാസ് വാങ്ങിച്ചാൽ ചൂടോട് കൂടിയിട്ട് കുടിക്കാറാ പതിവ്. ഇത്തവണ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയില്ല. ധ്യാനിന്റെ കുറുമ്പ് കാരണം അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ലൈറ്റായിട്ട് ചൂട് പോയിണ്ടാവും. എന്നാലും മണണ്ട ഒഴിച്ചേ. ഓ ഒന്നും കൂടെ ചൂടുണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയ ചൂടല്ലേ? ഇത് കിട്ടുമ്പോൾ തിളച്ചു പറഞ്ഞിട്ടാ കിട്ടുക. ഭയങ്കര ചൂടായിരിക്കും ഈ പാത്രമൊക്കെ. നമ്മൾ സാധാരണ അവിടെ വെച്ച് തന്നെ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് കുടിക്കും കുറച്ച്. കാരണം അപ്പുറത്തെ മണടിക്കുമ്പോഴേ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മയെ കുടിച്ച് തീർക്കും. അവിടെ വെച്ചിട്ട് പറ്റിയില്ലേ തീരെ. ഭയങ്കര തിരക്കല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചൂട് ഇത്തിരി കുറഞ്ഞു. പക്ഷെ ഒന്നും കൂടെ നല്ല തിളച്ച ചൂടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കുടിക്കാൻ. ഇനിയിപ്പോൾ ഈ ഡബ്ബ തീരുന്നവരെ പായസം കുടിയാവും അല്ലേ? മട്ടില്ല, മധുരം കുറവല്ലേ. ഇനി അടുത്തത് പാമ്പ് കാട്ടു അല്ലേ? അങ്ങോട്ട് പോവാം നാളെ. ഓക്കെ. ഇവിടുത്തെ ചോറൂണ് കഴിഞ്ഞു അല്ലേ? ചോറ് കഴിച്ചെന്നില്ല. ബഹളത്തോട് ബഹളായിരുന്നു. എന്തായിരുന്നു അവിടെ ബഹളം? അങ്ങനെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം, കൊടുങ്ങല്ലൂര് കഴിഞ്ഞു. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരും കൂടെ തൊഴുത് കഴിഞ്ഞാൽ കഴിഞ്ഞു അമ്പലം ട്രിപ്പ് അല്ലേ? ഞാൻ ഭരണിക്ക് ഫോട്ടോ എടുക്കാൻ കുറേ വന്നിട്ടുണ്ട് ഇവിടെ. അന്നൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ സൂചി കുത്ത സ്ഥലം ഉണ്ടാവില്ല. അമ്മ അതിൽ തിരക്കായിരിക്കും. കൊടുങ്ങല്ലൂരിൻ്റെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് കാണാൻ നല്ല രസമല്ലേ? ചുറ്റും നിറച്ചിങ്ങനെ ആലുകളാ. നല്ല കാറ്റും നല്ല സുഖമാണ്. ഇവിടെ ഹോള്, ഇനി ആല് മുഴുവൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന നല്ല ഭംഗി കാണാൻ.